ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ മാധ്യമ പ്രവർത്തനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? ഉത്തരം പറ. സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുമല്ലോ. ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിൽ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറെ നിൽക്കുകയാണ്. ഈ ഏറെ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അല്ല, ഇത് ആര്? ഈ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും? അതാ ഞാൻ പറഞ്ഞത്. എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡന കേസിൽ പുറത്തു വന്നേക്കുന്നു. ഈ സോക്രട്ടീസിനെ പറ്റി എന്തൊക്കെ കഥകളാ പറഞ്ഞിട്ടുള്ളത്? ഈ ടോൾസ്റ്റോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കടന്നു കൊടുത്തിട്ടാണെന്ന് ഞാൻ ഇവിടുന്ന് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും? ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എത്രയോ കേസുകൾ മാധ്യമ പ്രവർത്തകരെ വന്നേ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.